കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ ആലോചന ആരാഞ്ഞപ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് അറിയിപ്പാനായി എൻ്റെ ഉള്ളിൽ ആത്മാവിൽ നിയോഗമുള്ളത്. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും കർത്താവ് വ്യക്തിപരമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നോട് എന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്തിന് ഈ കാലഘട്ടത്തോട് സംസാരിക്കുവാനുള്ള ആത്മീക സത്യങ്ങൾ ഈ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 3 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ തുറന്ന് ഈ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. 1 Peter chapter 4 verses 17 onwards. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. കൺവെൻഷൻ യോഗത്തിൽ 4-ാം ദിവസം ഈ 4-ന്റെ-17 എങ്ങനെ ശുശ്രൂഷിക്കും? അതൊരല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഇൻഹൗസ് മീറ്റിംഗ് ആണെങ്കിൽ മുതിർന്നവരൊക്കെ മാത്രം ഇരിക്കുന്ന കുറച്ച് സമയം എടുത്തുള്ളൊരു കാര്യമാണെങ്കിൽ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്നൊക്കെ പറയുന്ന വാക്യം ചിന്തിക്കാം. എന്നാൽ ഇങ്ങനൊരു വാക്യം കൺവെൻഷന്റെ പെരുമ്പാവൂർ സെന്റർ കൺവെൻഷന്റെ 4-ാം ദിവസം വായിച്ച് ചിന്തിപ്പാനായി, ഇത് മനുഷ്യന്റെ ആലോചനയല്ല, ദൈവമായിട്ട് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇതിനകത്ത് ഈ വചനത്തിലൂടെ ദൈവത്തിന് എന്തോ ചെയ്യുവാനുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ വചനമാണെങ്കിൽ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഈ വചനത്തിന്റെ ശക്തി ആത്മനിറവിൽ നമ്മളിലേക്ക് സഭകളുടെ മേൽ ദൈവത്തിന് ഇന്ന് അയക്കുവാനുണ്ട്. ആ 17-ാം വാക്യത്തിൽ കാണുന്ന 2 പദങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ആ 2 പദങ്ങൾ വിശ്വാസികളെ സൂചിപ്പിക്കുന്ന 2 പദങ്ങളാണ്. അതിലൊന്ന് ദൈവഗ്രഹത്തിൽ എന്നുള്ള പദമാണ്. രണ്ടാമത് സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്ന് പറയുമ്പോൾ സുവിശേഷം അനുസരിച്ച ഒരു കൂട്ടർ. ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായല്ലോ എന്നും, ദൈവഗ്രഹത്തിലുള്ളവരാരാ? നമ്മിൽ തുടങ്ങിയാൽ. ആരായി നമ്മൾ? സുവിശേഷം അനുസരിക്കാൻ ഇറങ്ങിയ നമ്മളിൽ ഈ ന്യായവിധി ആരംഭിപ്പാൻ സമയമായാൽ എന്നൊക്കെ പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, സഹോദരിമാരെ, പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ആരോടാണ്, ഏത് സന്ദർഭത്തിലാണ് എന്ന് ഇതിന്റെ പശ്ചാത്തലം കമ്പിവാചകങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. എന്നാലേ ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. ആർക്കാണ് ഇത് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 5 സ്ഥലപ്പേരുകൾ പത്രോസ് പറയുകയാണ്. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരു വാക്കൂടെ കാണാം 1-ാം വാക്യത്തിൽ, ഇലക്ട് എക്സൈൽസ് എന്നാണ്, തെരഞ്ഞെടുക്കപ്പെട്ട പരദേശികൾ. ആരാണ് ഈ കൂട്ടർ? 5 ഇടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ്.
ആ സഭയെ വിളിക്കുന്നത് പരദേശികൾ, എക്സൈൽസ്. എന്താ പരദേശി എന്ന് പറഞ്ഞാൽ? ഒരു പ്രാവശ്യം മാത്രമല്ല, 1:17 പിന്നെയും പറയുന്നു പ്രവാസകാലം എന്ന് പറയുന്നു. 2:11 പിന്നെയും പറയുന്നു പ്രവാസികളാണ് നിങ്ങളെന്ന്. പത്രോസ് അർത്ഥമാക്കുന്നത് ഈ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലുമെല്ലാം സുവിശേഷത്തിന്റെ വിളംബരം നടന്നു. ആരാ നടത്തിയത്? കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലെയും കാര്യം നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം 2:9 എഴുതിയിട്ടുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി പോയവരാണവർ. എവിടെ നിന്ന്? ഈ പൊന്തോസിലും ആസ്യയിലും കപ്പദോക്യയിൽ നിന്നും കുറെ യഹൂദന്മാർ. എന്തിനാ അവര് പോയത്? പെന്തക്കോസ്ത് പെരുന്നാൾ. എവിടോട്ടാണ് അവര് പോയത്? യെരുശലേമിലേക്കാണ് അവര് പോയത്. യഹൂദന്മാർ, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലെ ദേവാലയത്തിൽ പെരുന്നാളിന് വരുന്ന പതിവുണ്ട്. 1 പെസഹ പെരുന്നാളിന് വേണ്ടിയാണ്, 2 കൂടാര പെരുന്നാളിന് വേണ്ടിയാണ്, 3 ഇവിടെ പറഞ്ഞിരിക്കുന്ന പെന്തക്കോസ്തും കൂടാരവും പെസഹ പെരുന്നാളും. ആ വർഷം സാധാരണ പോലെ കപ്പദോക്യയിൽ നിന്നും പൊന്തോസിൽ നിന്നും ബിഥുന്യയിൽ നിന്നും ഒക്കെ പോയതാണ്. എവിടോട്ടാ പോകുന്നത്? യെരുശലേമിൽ പോകുക. എന്തിനാ പോകുന്നത്? പെന്തക്കോസ്ത് പെരുന്നാളിന് പോകുകയാണ്, ഫെസ്റ്റിവലിന് വേണ്ടി പോകുകയാണ്. ആ പോയ സമയത്ത് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മനിറവിറങ്ങി വന്ന മാളിക മുറിയിൽ നിന്നും, നമുക്കറിയാമല്ലോ പെന്തിക്കോസുകാരായ നമുക്ക്, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പ്രത്യക്ഷമായി. വലിയ കാറ്റടിച്ചു, വലിയ ശബ്ദമുണ്ടായി. അവിടം കൊണ്ട് തീർന്നില്ല അവരുടെ മിനിസ്ട്രി. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ പെരുന്നാളിന് വന്നിരിക്കുന്നവരോട് അവരെ കീറിമുറിക്കുന്ന രീതിയിൽ വചനം പ്രസംഗിച്ച പത്രോസിന്റെ പെന്തക്കോസ്ത് ദിവസത്തെ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കപ്പദോക്യയിൽ നിന്നും ബിഥുന്യയിൽ നിന്നുമൊക്കെ വന്നവർ പെരുന്നാളിന് വന്നവരാ. പക്ഷെ അവരുടെ കാതുകളിൽ പതിഞ്ഞു ഒരു സന്ദേശം. എന്താ സുവിശേഷത്തിന്റെ നിസ്തുല്യമായ അവതരണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തികളുടെ പുസ്തകം 2-ൽ പെന്തക്കോസ്ത് ദിവസം ആത്മനിറവിൽ പത്രോസ് വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്. അതൊരു മതത്തെ കുറിച്ചല്ല, അതെന്തെങ്കിലും ലഭിക്കുന്ന ഭൗമികതയെ കുറിച്ചല്ല, നശ്വരമായ മോഹങ്ങളെ ജനിപ്പിക്കുന്നതല്ല പത്രോസ് വിളിച്ചു പറഞ്ഞത്. പത്രോസ് വിളിച്ചു പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ഒരുവൻ വന്നു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ പ്രായശ്ചിത്ത മരണത്തിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് സുവിശേഷത്തിന്റെ സത്താണ് പത്രോസ് വിളിച്ചു വിളമ്പിയത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, സുവിശേഷം എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണെന്ന് തന്നെ ആൾക്കാർക്ക് വലിയ ധാരണയില്ല. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 11-ൽ പൗലോസ് വിളിച്ചു പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശു, നിങ്ങൾ പ്രാപിക്കാത്ത വേറൊരാത്മാവ്, മറ്റൊരേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ് 1-ാം നൂറ്റാണ്ടിലെ തുടങ്ങിയിരുന്നു. ഗലാത്യലേഖനം 1:6 വായിച്ചിട്ടില്ലേ? നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നു. പെരുമ്പാവൂർ സെൻട്രൽ കൺവെൻഷന്റെ 4-ാം ദിവസം രാത്രിയിൽ ഈ പന്തലിൽ വന്നിരിക്കുന്നവരും ഉച്ചഭാഷണിയിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, മുതിർന്നവർ ശ്രദ്ധിക്കണം. എന്താ യഥാർത്ഥ സുവിശേഷം? ഇത് ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ്, ഇത് നിത്യജീവനെ കുറിച്ചുള്ള സുവിശേഷമാണ്, ഇത് പ്രായശ്ചിത്ത മരണത്തിലൂടെ എനിക്ക് ലഭിച്ച പാപമോചനത്തെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഈ ലോകത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന അനുഭവമല്ല സുവിശേഷം. സുവിശേഷത്തിലൂടെ ഒരു വലിയ മാർഗം തുറന്നിട്ടു, ഒരു നിരപ്പിന്റെ വീണ്ടെടുപ്പിന്റെ മാർഗമാണ് സുവിശേഷം. കപ്പദോക്യയിലും പൊന്തസിലും ബിഥുന്യയിലും ഒക്കെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു സന്ദേശം കേട്ടിട്ടില്ല,
ആ സന്ദേശത്തിന്റെ അവസാനം പത്രോസിനോട് ചോദിച്ചു, ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ കൂട്ടർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. പൊന്തോസിലും കപ്പദോക്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ, അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചു. ഗലാത്യയിൽ ആരാ സുവിശേഷം പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസാ. കപ്പദോക്യക്കാരും ആസ്യക്കാരും ബിഥുന്യക്കാരും ഒക്കെ പെന്തക്കോസ്ത് ദിവസം പത്രോസിന്റെ പ്രസംഗം കേട്ടെങ്കിൽ, പൊന്തോസും ഗലാത്യയും ഒക്കെ അപ്പോസ്തല പ്രവൃത്തി 13-14 പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസ് പോയി പ്രസംഗിക്കുന്നത് കാണാം. എന്താ പൗലോസ് പ്രസംഗിച്ചത്? പത്രോസിന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നത് പോലെ പ്രവർത്തികൾ 13-14 ഗലാത്യയിൽ പൗലോസ് പ്രസംഗിച്ച പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാനുഷികമായിരുന്നില്ല, ഭൗമികമായിരുന്നില്ല, നൈമിഷികമായിരുന്നില്ല. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത്. ശരിയാ, ലുസ്ത്രയിൽ മുടന്തൻ നടന്നു എന്നുള്ളത് ശരിയാണ്. ശരിയാ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് രോഗസൗഖ്യത്താൽ ദൈവത്തിന്റെ വചനത്തെ ദൈവം ഉറപ്പിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിടുതലല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തി, ദാവീദ് പുത്രനായി മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ് ബൈബിൾ സുവിശേഷം. അപ്പൊ ഈ കൂട്ടരെല്ലാം ഈ സഭകളിൽ വന്നു. അവര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ വളരെ ഭാരം, പ്രയാസം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവർക്ക് കൂടിയോ കുറഞ്ഞോ? നന്നായി കൂടി. ദുഃഖം, ദാരിദ്ര്യം, പരിഹാസം, നിന്ന, ഇതെല്ലാം വർദ്ധിച്ചു. കുറഞ്ഞില്ല, വർദ്ധിച്ചു. ആ സമയത്ത് അവരോട് സുവിശേഷം വിളിച്ചു പറഞ്ഞ പത്രോസ് ഉത്തരവാദിത്ത ബോധത്തോടെ ആത്മനിറവിൽ എഴുതുന്ന ലേഖനമാ 1 പത്രോസിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ ഇതൊരു എൻകറേജ്മെന്റ് ആണ് ആകേണ്ടത്. തളർന്നിരിക്കുന്ന, വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നവർ ഈ 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവർ ബലപ്പെടണം. അതിനുവേണ്ടി എഴുതിയിരിക്കുന്നത്. അവരുടെ ആദ്യ സന്തോഷം, രക്ഷിക്കപ്പെട്ട ദിവസത്തെ സന്തോഷം അവർക്ക് മടക്കി കിട്ടണം. ഇന്നവർ ചോദ്യചിഹ്നങ്ങളുടെ നടുവിലാണ്. ആ സമയത്ത് എന്നെ അതിശയിപ്പിക്കുന്നതേ 1-2 വാക്യത്തിൽ ഈ മുക്കുവനായ പത്രോസ്, വലിയ അറിവോ ഒന്നും 4 അധ്യായം പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അൺസ്കൂൾഡ് ആണ്. വലിയ ന്യായപ്രമാണത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒന്നുമില്ല. 1-2 എൻകറേജ്മെന്റിന് വേണ്ടി എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പരദേശികളായി ചിതറിപ്പാർക്കുന്ന എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ എഴുതിയിരിക്കുക, പിതാവായ ദൈവത്തിന്റെ മുൻ നിയമനത്തിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. എന്തിനെ കുറിച്ചാ പത്രോസ് പറയുന്നത്? സാഹചര്യം മുഴുവൻ ഇളകിപ്പോയി, പരിഹാസം ഏറി വന്നു, നിന്ന ഏറി വന്നു, കഷ്ടം ഏറി വന്നു. ഈ പത്രോസിന് പിന്നെയും പറയാനുള്ളത് വേറൊരു സന്ദേശമല്ല. അന്ന് രക്ഷിക്കപ്പെടുന്ന ദിവസം പറഞ്ഞ അതേ സന്ദേശം ആത്മനിറവിൽ ഒട്ടും മാറ്റാതെ വിളിച്ചു പറയുന്നു. പിതാവായ ദൈവത്തിന്റെ മുൻ നിയമനത്തിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണത്തിനായി രക്തത്താൽ തളിക്കപ്പെടാനായിട്ടാണ് നിങ്ങൾ വൃതന്മാരായി തീർന്നതെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം. നമ്മുടെ നടുവിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഈ സന്ദേശമാണ്.
രക്ഷയുടെ വലുപ്പം തിരിച്ചറിയാൻ ഒക്കാതെ അല്ല, രക്ഷയുടെ വലുപ്പം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതിന് പകരം ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് ഇന്നത് കിട്ടുമെന്നും ശരീരത്തിന്റെ രോഗവും ഭൗമിക മേഖലയിലെ എന്തെങ്കിലും ഉദ്ധാരണവും മുന്തിയതായി കാണിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നും ഇന്ന് രാത്രി ദേശത്തോടും പന്തലിൽ ഇരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു വാഹനമല്ല, ഒരു ഭവനമല്ല. നമ്മളെ സ്നേഹിച്ച ദൈവം ആ രക്ഷയുടെ സന്ദേശത്തിലേക്ക് ദൈവജനങ്ങൾ മടങ്ങി വരണം. അപ്പൊ ചോദ്യം ഇതെങ്ങനെ എൻകറേജ്മെന്റ് ആകുന്നത്? എൻകറേജ്മെന്റ് ക്ഷീണത്തിലും പീഡനത്തിന്റെ അനുഭവത്തിലും ഇരിക്കുന്നവർക്ക് എൻകറേജ്മെന്റ് ആകണമെങ്കിൽ നമ്മൾ പലരും പഠിച്ചതനുസരിച്ച് പത്രോസ് എന്തോ പറയണം? വെള്ളത്തിന്മേൽ നടന്ന യേശു നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കും. കുരുട്ടുകണ്ണ് തുറന്ന യേശു നിന്റെ കൂടെ ഉണ്ട്, കൈയടിക്കാൻ സാധ്യതയുണ്ട്. മരിച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ച യേശു നിന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഒരത്ഭുതവും നടന്നില്ലെങ്കിലും പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ അനുസരണത്തിനായി യേശുവിന്റെ രക്തത്തെ തളിക്കപ്പെടാനായി എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ തെരഞ്ഞെടുത്തു എന്നുള്ള ഈ സൗഭാഗ്യം നമ്മുടെ ആന്തരിക മനുഷ്യനെ ഇന്ന് രാത്രിയിൽ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന സന്ദേശമാകട്ടെ. ഇതിനെക്കാട്ടി വലിയൊരു എൻകറേജ്മെന്റ് ഒരു ഭക്തന് കിട്ടാനില്ലെന്ന്. എന്നിട്ട് എന്താ പത്രോസ് പറയുന്നത്? നമ്മുടെ ഈ 4:17 വരുന്നതിന് മുമ്പ് താൻ പറഞ്ഞു വെക്കുന്നതൊന്നും മാനുഷികമായി ഈ കപ്പദോക്യക്കാരും പൊന്തോസുകാരും ഒന്നും കൈയടിക്കാൻ ഇതിനകത്തൊന്നുമില്ല. 1:5 പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്തിനാ വീണ്ടും ജനിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശത്തിനായിട്ടാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഉള്ളിൽ ബോധ്യമുണ്ടോ? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെ, സ്നാനപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ള സന്ദേശം, ഞങ്ങൾക്കൊരു അവകാശമുണ്ട്. അത് ഏത് അവകാശമാ? കണ്ണിൽ കാണുന്നതല്ല, കൈകൊണ്ട് തൊടുന്നതല്ല, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഏശാത്തതുമായ ഒരു അവകാശത്തിനായിട്ടാ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. എന്നിട്ടേ ഒരു പ്രവാചകനെ പോലെ ഈ പത്രോസ് എഴുതുകയാണ്. വാസ്തവത്തിൽ ഒരല്പ ഇമോഷണൽ ആണ് ഈ പത്രോസ്. അറിയാമല്ലോ, യേശുവിന്റെ കൂടെ നടന്നപ്പം പല ഇമോഷണൽ പരിപാടി കാണിച്ചിട്ടുണ്ട്. ഞാൻ തള്ളി പറയത്തില്ല, എല്ലാരും തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. നീ ആ വെള്ളത്തിന്റെ മേലേക്ക് ഞാനിവിടെ വരട്ടെ. പല ഇമോഷൻ, വൈകാരിക ആളാണിത്. എന്നാൽ ആത്മനിറവിന്റെ ദിവസം കഴിഞ്ഞ് വൈകാരിക ഒരു സന്ദേശമല്ല എഴുതി പിടിപ്പിക്കുന്നത്. ദൈവകൃപയിൽ ആഴമായ ദൈവിക സന്ദേശങ്ങൾ, നിത്യ സത്യങ്ങളാണ് താൻ വിളമ്പുന്നത്. എനിക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോ പൊതുവെ വിളിച്ചു പറയാനുള്ളത്, വൈകാരികമായതല്ല, അതിലേക്കല്ല നമ്മൾ ഇറങ്ങേണ്ടത്. ഉപരിപ്ലവതലത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കല്ല കാതുകൾ പോകേണ്ടത്. കാതുകൾക്ക് കർണരസകരമായി തോന്നിയില്ല എങ്കിലും ആന്തരിക മനുഷ്യരെ ക്ലേശത്തിന്റെ നടുവിൽ പിടിച്ചു നിർത്തുന്ന സത്യ സുവിശേഷത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വരണം. 7 മുതലുള്ള വാക്യങ്ങളിൽ, 1:7 മുതലുള്ള വാക്യങ്ങളിൽ മറച്ചു വെക്കാതെ താൻ പറയുക, വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട് നിങ്ങൾക്ക്. ക്ലേശവും കഷ്ടവും ദുഷിയും പരിഹാസവും വരുമ്പോ വിശ്വാസത്തിന്റെ പരിശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ഊതിക്കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് കാണപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങൾ കഷ്ടത്തിലൂടെ ഇന്ന് പോകുന്നത്. വീണ്ടും ജനിച്ചിരിക്കുന്നത് രോഗം വരാതിരിക്കാനല്ല. വീണ്ടും ജനിച്ചിരിക്കുന്നത് ഇനി പരിഹാസവും നിന്ദയും ഒന്നും വരാതിരിക്കാനല്ല. വീണ്ടും ജനിച്ചിരിക്കുന്നത് ഒരു അവകാശത്തിന് വേണ്ടിയാണ്. വീണ്ടും ജനിച്ചവർക്ക് വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാകും എന്നാ ബൈബിൾ പറയുന്നത്.
എന്നിട്ട് ഈ വിശ്വാസികളുടെ ഓരോരോ സംശയം പത്രോസ് അങ്ങോട്ടങ്ങ് പറയുക. സാധാരണ കഷ്ടത്തിലൂടെ പോകുന്നവർക്കൊരു സംശയം ഉണ്ടാകാമല്ലോ, എന്തുകൊണ്ടായി ഇത് എനിക്ക് വന്നത്? പറയത്തില്ലേ സാധാരണ, അപ്പുറത്തിരിക്കുന്ന ആക്ക് വന്നില്ല, ഇപ്പുറത്തിരിക്കുന്ന ആക്ക് വന്നില്ല, ക്ലേശം, നിന്ന, പരിഹാസം, ദുഷി. വൈ മീ, വൈ മീ? പത്രോസ് പറയുക, ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം ഇവരുടെ രക്ഷയെക്കുറിച്ച് 10-11 വാക്യങ്ങളിൽ പത്രോസ് പിന്നെയും എഴുതുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ 11ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. 1:11. അവരിലുള്ള, ആരിൽ? പ്രവാചകന്മാരിൽ, പണ്ടുള്ള പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ആണ്. ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പത്രോസ് പറയുക, പണ്ടത്തെ പ്രവാചകന്മാരുണ്ടല്ലോ, അവർ ശുശ്രൂഷിച്ച് യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചത്, അവർ മുമ്പിൽ കണ്ടത്, യെശയ്യാവും യെരമ്യാവും ഒക്കെ പറഞ്ഞത്, അവർക്ക് ആഗ്രഹമായിരുന്നു ഈ രക്ഷയെ ഒന്ന് അനുഭവിക്കാൻ. കഴിഞ്ഞില്ല. അവരാരാഞ്ഞത്, ദൂതന്മാർ കുരിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടിയില്ല. പക്ഷേ കപ്പദോക്യയിലുള്ളവരെ, പൊന്തസിലുള്ളവരെ, കഷ്ടമനുഭവിക്കുന്ന നിങ്ങൾക്കാണത് അനുഭവിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ മനസ്സിലാകുന്നവരുണ്ടോ? ഒന്ന് കൈയെടുത്ത് സ്തോത്രം ചെയ്യണം. ഇന്നിവിടെ വന്നിരിക്കുന്ന ഏത് വണ്ടിയിലാണെന്നുള്ളതല്ല ചോദ്യം. തിരിച്ചു പോകുന്ന ഭവനത്തിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര ഉണ്ട് എന്നുള്ളതല്ല ചോദ്യം. ഇതൊക്കെയും ദൈവത്തെ, യേശുവിനെ ആരാധിക്കാത്തവർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് ഈ പന്തലിൽ ഇരിക്കുമ്പോ ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ, പ്രവാചകന്മാർ ആഗ്രഹിച്ച ദിവസങ്ങളിൽ പാർക്കാനായി, ജീവിപ്പാനായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിനായി ഇതിനെക്കാട്ടിൽ വലിയൊരു സൗഭാഗ്യം ഇല്ലല്ലോ. കഷ്ടത്തിൽ ഇരിക്കുന്നവരോട് പറയുക, ധൈര്യപ്പെട്, ധൈര്യപ്പെട്, യു ആർ ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. കഷ്ടപ്പെടുന്നവരോട് പറയുക, ഡോണ്ട് വറി, ദീസ് ആർ ടെസ്റ്റ്സ് ഓഫ് ഫെയ്ത്ത്. ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാ, യാദൃശ്ചികമായിട്ടല്ല. വീണ്ടും ജനിച്ചവന്റെ ലൈഫിൽ യാതൊരു കാര്യവും യാദൃശ്ചികമായി സംഭവിക്കുകയില്ല. രാത്രി ഇവിടെ പന്തലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമേ. രക്ഷയോടുള്ള ബന്ധത്തിൽ പിതാവിന്റെ ഒരു മുൻ അറിവ് നമുക്ക് ചുറ്റിനും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുൻ നിയമനം നമുക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന തലമുറയോടുള്ള ബന്ധത്തിലാകട്ടെ, ശരീരത്തിലാകട്ടെ, ഇതൊന്നും യാദൃശ്ചികമല്ല. ദൈവം അനുവദിക്കുന്നത് മാത്രമേ ഒരു ഭക്തന്റെ മുമ്പിലേക്ക് വരികയുള്ളൂ. അതിലാണ് നമ്മുടെ ധൈര്യം. വരാതിരിക്കുന്നതിലല്ല ധൈര്യം. പ്രാർത്ഥിക്കുന്നതിലെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ മറുപടി തരുന്നു എന്നതിലല്ല ധൈര്യം. എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ധൈര്യം. എന്നിട്ടേ തകർന്നിരിക്കുന്നവരോട് പറയുക നമ്മുടെ കുറിവാക്യം എന്തുവാ? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ. മൊത്തത്തിൽ തളർന്നിരിക്കുക. കഷ്ടവും നിന്നയും ഉപദ്രവമായിട്ട് നിൽക്കുന്നവരെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു ഒന്ന് ഒരുക്കി. എന്തോ പറഞ്ഞു? ഒരുക്കി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സുഖമുള്ള യാത്രയ്ക്കല്ല, വീണ്ടും ജനിച്ചത് ഒരവകാശത്തിനാ എന്ന് പറഞ്ഞു ഒരുക്കി. എന്നിട്ട് പറഞ്ഞു വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പ്രവാചകന്മാർ മുമ്പോട്ട് നോക്കിയത്, ദൂതന്മാർ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിച്ച ദിവസങ്ങളിലാണ് നിങ്ങൾ പാർക്കുന്നത് എന്ന് 1-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു. എന്നിട്ട് താൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഈ വാക്ക്. നമുക്കത് ഒരുമിച്ചൊന്ന് മനസ്സിലാക്കണം. 17ാമത്തെ വാക്യം, ഇവർ ദൈവഗ്രഹമായി തീർന്നവരാണ്. ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇതേ പരാമർശം കാണാം. വീണ്ടും ജനിച്ചവരെ പറയുന്നത് നിങ്ങളും
ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി തീരേണ്ടതിന് പണിയപ്പെടുന്നു. വിശ്വാസികളെ വിളിക്കുന്നത് ഇതൊരു ആത്മീക ഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിരിക്കുന്ന പെരുമ്പാവൂർ സെന്ററിലെ സഭകളും വിശ്വാസികളും ശ്രദ്ധിക്കണം. സ്വർഗത്തിന് നോക്കുമ്പോ കാണുന്നത് നമ്മുടെ ആരാധനാലയത്തിന്റെ വലുപ്പമല്ല, അതിന്റെ മനോഹാരിതയല്ല, എത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ആ ഹോളിനുണ്ട് എന്നുള്ളതൊന്നുമല്ല സ്വർഗത്തിന്റെ ദൃഷ്ടിയിലെ വലിയ കാര്യങ്ങൾ. നമുക്കുള്ള ഹോളിനായി സ്തോത്രം, നമുക്കുള്ള ഇരിപ്പിടങ്ങൾക്കായി സ്തോത്രം. പക്ഷേ ആത്യന്തികമായി ഇതൊരു ഗ്രഹം, ദൈവഗ്രഹം, ഭൗമികമല്ല, കല്ലുകളാൽ പണിയുന്നതല്ല, ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെടുന്ന ഒരാത്മീക ഗ്രഹമാണ് ദൈവത്തിന്റെ സഭ. എങ്ങനെയാ ജീവനുള്ള കല്ലുകളായി തീർന്നത്? ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാള് യേശുവിന്റെ അടുക്കലേക്ക് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായ യേശുവിന്റെ അടുക്ക വരുമ്പോ അവിടെ ഒരു പണി തുടങ്ങുകയാ. ഭൗമികമല്ല, ഒരാത്മീക പണിക്കായാണ് പെരുമ്പാവൂരിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഭക്തന്മാർ ഈ ദേശങ്ങളിലൂടെ ഇറങ്ങി നടന്നപ്പോ പല കുടുംബങ്ങളിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്തു ചില കല്ലുകളെ. അത് എന്ത് പണിക്ക് വേണ്ടിയാ? ഭൗമികമല്ല, ഒരു ഗ്രഹം ദൈവത്തിന് വേണം, ഒരു ഹൗസ് ദൈവത്തിന് വേണം, ദൈവത്തിനൊരു ഭവനം വേണം. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ മന്ദിരമായി തീരാൻ വേണ്ടി, ദൈവത്തിന് ഇറങ്ങി വസിക്കാൻ വേണ്ടി പെരുമ്പാവൂരിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം, സ്നാനപ്പെട്ടവരുടെ ഒരു കൂട്ടം ആത്മീക നിവാസമായി തീരാൻ വേണ്ടി ദൈവത്തിന്റെ മന്ദിരമായ ഒരു കൂട്ടം. പത്രോസിന്റെ കൺസേൺ എല്ലാം എന്താണെന്നറിയാം? കഷ്ടത്തിന്റെയും തീച്ചൂളയുടെയും പരിഹാസത്തിന്റെയും നടുവിൽ പത്രോസ് ഒന്നല്ല രണ്ടല്ല, നോക്കണം വാക്യങ്ങൾ. 1:17 വാക്യത്തിൽ എല്ലാരും ബൈബിൾ തുറക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ ആ വിലയൊന്ന് മനസ്സിലാക്കി 1:17 നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കണം. 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്കത്തോടെ ഒരുമിച്ച് വായിച്ചു പോകാം. ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം. എന്താ പത്രോസിന് പറയാനുള്ളത്? പുറമേ ഉള്ള ഒന്നിനെ കുറിച്ചല്ല. പുറമേയുള്ള പ്രശ്നം ഇപ്പം മാറും, പരിഹാസം ഇപ്പം മാറും. പരിഹാസമുള്ള ശത്രു നേർക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല പത്രോസിന് പറയാനുള്ളത്. നിങ്ങൾ പിതാവേ എന്ന് വിളിച്ച ആള് നിങ്ങളുടെ പോക്കറ്റിൽ കയറുന്നയാളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊണ്ടുപോകാൻ ഒക്കുന്ന ഒരു കർത്താവിന്റെ കയ്യിലല്ല നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പിതാവേ എന്ന് വിളിച്ചവൻ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനായതുകൊണ്ട് നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിപ്പീൻ എന്ന് പത്രോസ് പറയുന്നു. 2:23 പിന്നെയും തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ. പത്രോസിന്റെ ഈ ലേഖനത്തിൽ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന ഒരു പദം ന്യായവിധി. ന്യായം വിധിക്കുന്നവൻ. എങ്ങനെ ന്യായം വിധിക്കുന്നു? മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവൻ. വിശ്വാസിയാണെങ്കിലും ശരി, അവിശ്വാസിയാണെങ്കിലും. അതുകൊണ്ടാ 4:17 പറയുന്നത് ദൈവഗ്രഹത്തിൽ ന്യായവിധി തുടങ്ങും. അങ്ങനാണെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ കാര്യം എന്തായി തീരും? ന്യായവിധി എന്ന് പറയുന്നത്
ഞാൻ 3-ാം തലമുറയാ എന്ന് എഴുതി വെച്ചാൽ ഒഴിഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ഞാൻ മുങ്ങിപ്പൊങ്ങിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരാളാണ്. ആ ആളിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2:23 പിന്നെയും ന്യായം വിധിക്കുന്നു. എന്നിട്ട് 4:5 പറയുക. 4:17 മുമ്പ് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ന്യായം വിധിക്കുന്നു, ന്യായം വിധിക്കുന്നു. 4:5 ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം, എന്താ പത്രോസ് അർത്ഥമാക്കുന്നത്? ഈ ന്യായം വിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ ഇതിന് 2 വശം ഈ പത്രോസിന്റെ പുസ്തകത്തിൽ ഉണ്ട്. 1:17 വായിക്കുമ്പോൾ വ്യക്തമാ, പത്രോസിന്റെ മനസ്സിലിരിക്കുന്ന ആശയം വ്യക്തമാ. വിശ്വാസികളോട് പറയുക, വീണ്ടും ജനിച്ചവരോട് പറയുക, പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണത്തിനായി യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട അവകാശമുള്ളവരോട് പറയുക, നിങ്ങൾ ഭയത്തോടെ വേണം ഈ പ്രവാസകാലം കഴിക്കാൻ. ഇല്ലെങ്കിൽ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവൻ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറയുക. കേൾക്കണം. അപ്പോ ദൈവസഭകളായി നമ്മൾ കൂടി വന്നിരിക്കുമ്പോ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടത് പുറമേയുള്ള കാര്യങ്ങളല്ല. പണിയുടെ കാര്യം, പ്ലോട്ടിന്റെ കാര്യം, രജിസ്ട്രേഷന്റെ കാര്യം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാ ക്ലേശത്തിന്റെ നടുവിൽ പത്രോസ് ഇവരെ ഓർപ്പിക്കുന്നത്. ഇത് പറയാനൊന്നുമുള്ള നല്ല സാഹചര്യം അല്ലപ്പോ. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പരിഹാസവും നിന്നയും കഷ്ടതയും ഇരിക്കുന്ന സമയത്ത് പറയുക, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുഖപക്ഷം കൂടാതെ നിങ്ങളെ ന്യായം വിധിക്കുന്നവനെയാ നിങ്ങൾ പിതാവെന്ന് വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്ന്. അപ്പൊ എന്തിന്റെ കാര്യമാ പത്രോസെ പറയുന്നേ? സഭകളായി നമ്മൾ കൂടി വന്നിരിക്കുന്നു. 4-ാം ദിവസം പെരുമ്പാവൂർ കൺവെൻഷനിൽ, സെൻട്രൽ കൺവെൻഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു 5 കൂട്ടം കാര്യം ഞാൻ 1:13 മുതൽ പറഞ്ഞു വിടാം. ശ്രദ്ധിക്കണം. ഈ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെയാ നമ്മൾ പിതാവെന്ന് വിളിച്ചത് കൊണ്ട് 1:13 പറയുക, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങൾ നിർമ്മതരായി. പറയുന്ന കാര്യം ഇതാ, പ്രത്യക്ഷതയിൽ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊള്ളണം. വീണ്ടും ജനിച്ചവരുടെ പ്രത്യാശ ഇരിക്കേണ്ടത് കണ്ണിൽ കാണുന്നതും മാറ്റപ്പെടുന്ന മേഖലയിലല്ല അവരുടെ പ്രത്യാശ ഇരിക്കേണ്ടത്. 2026 ഓരോ ദിവസവും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, നമ്മുടെ ഭാവി പ്ലാനോടുള്ള ബന്ധത്തിലാകട്ടെ, നമ്മളിൽ യഥാർത്ഥമായ വീണ്ടും ജനനം നടന്നുവെങ്കിൽ ഒരു ഭക്തനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ആ ഭക്തന്റെ സംസാരത്തിലും കാഴ്ചപ്പാടിലും പെരുമാറ്റത്തിലുമെല്ലാം ഈ പ്രത്യാശയെ വിട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ ആ വ്യക്തി ഏർപ്പെടുകയില്ല. കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷ പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തന്നതെന്നറിയാമോ? കൊലോസ്യർ 1:3 പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെ ബൈബിൾ വിളിക്കുന്നത്, എഫേസ്യ ലേഖനം 2:11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, മുമ്പ് നിങ്ങൾ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു, വാഗ്ദത്തങ്ങൾ കന്യരായിരുന്നു, ഈ യഹൂദന്മാരുടെ ഇടയിൽ പൗരത്വം ഇല്ലാത്തവരായിരുന്നു. സുവിശേഷത്തിലൂടെ ഒരു ഭക്തന് ലഭിച്ചത് പ്രത്യാശയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹമുണ്ടോ ദൈവമക്കളെ? എന്റെ ആത്മ മണവാളനെ കാണുവാനായി ഒരു കാന്ത കാത്തിരിക്കുന്നത് പോലെ ഉള്ളം നനഞ്ഞുകൊണ്ട്, ഉള്ളത്തിൽ കരഞ്ഞുകൊണ്ട്, പ്രാണപ്രിയ അങ്ങ് എപ്പോൾ വരും? അതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടി ഞാൻ നോക്കി പാർക്കുന്നു.
ഒരു കാലത്ത് യോഗമൊക്കെ കഴിയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ, പിന്നെ ചിലർ പറഞ്ഞു വേഗമില്ല വരണമേ പറഞ്ഞാൽ മതി. ഇപ്പൊ വന്ന് വേഗം വരണേയുമില്ല വരണേയില്ല ഒന്നുമില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഇവിടുന്ന് ആരെങ്കിലും പോമെന്നോ യേശു കർത്താവ് മടങ്ങി വരുമെന്നോ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഏർപ്പെടരുതെന്നുള്ള ആ ബേസിക് ബോധ്യം തന്നെ ദൈവഗ്രഹമെന്ന് വിളിപ്പേരുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് പോയി. ഇത് ഞാൻ പറയുന്ന ചുമ്മാ അല്ല പറയുന്നത്. ആൾക്കാരോട് സംസാരിച്ചാൽ മനസ്സിലാകും, ഇടപെട്ടാൽ മനസ്സിലാകും. പെന്തിക്കോസ്ത് സമൂഹമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും യേശുനാഥനുമായുള്ള ആത്മമണവാളനുമായുള്ള ആ സ്നേഹം, ആ പ്രേമം, ആ കൊതി, ആ വരവിനായുള്ള വെമ്പൽ നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ഭയക്കുന്നു. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെയാണ് നമ്മൾ പിതാവെന്ന് വിളിച്ചത്. അതുകൊണ്ട് പ്രത്യാശയിൽ ഒരു പടിയൂടെ വർദ്ധിച്ചു വന്ന് യേശുവിന്റെ പ്രത്യാശയിൽ നമ്മൾ കാണപ്പെടുന്നതിന് തടസ്സമായുള്ളതിനെ അകറ്റി നിർത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു വിളി പത്രോസ് പറയുക. എന്നിട്ട് പത്രോസ് പറയുന്നത് 13 പ്രത്യാശയെ കുറിച്ച് പറയുന്നു, 14, 15, 16 പറയുന്നത് അജ്ഞാനകാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധരായിരിപ്പീൻ. എന്തുവാ വിശുദ്ധി എന്ന് പറഞ്ഞാൽ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. നമ്മുടെ ദൈവം സാധാരണ ഒരു വ്യക്തിയെ പോലെയല്ല. ഹി ഈസ് സെറ്റ് അപ്പാർട്ട്. വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയോടൊരു ഇടപാടില്ല. വിശ്വാസികളോട് പറയുക, പത്രോസ് പറയുക, പ്രവാസത്തിൽ ജീവിക്കുന്നവരോട് പറയുക, വിശുദ്ധിയെ തികച്ചോടുന്നതിന് തടസ്സമായി നിങ്ങളിൽ യാതൊരു കാര്യവും കേറരുത്. ഈ ലോകത്തിന്റെ മയത്തമാകട്ടെ, ഭൗമിക മയത്തമാകട്ടെ, അശുദ്ധിയായി മോഹങ്ങളാകട്ടെ. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു ലിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരു വിശുദ്ധനെ തൊടാതെ ഈ ന്യായവിധി ദിവസത്തിൽ ഇങ്ങനെയുള്ളവർ ഈ ആത്മീക ഭവനത്തിൽ കാണാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. എന്നിട്ട് പറയുക, വിശുദ്ധിയെ കുറിച്ച് പറയുന്നു, പ്രത്യാശയെ കുറിച്ച് പറയുന്നു. 17-ാം വാക്യത്തിൽ ദൈവ ഭയത്തെ കുറിച്ച് പറയുന്നു. ദൈവ ഭയം. ഇന്നൊരു കാലം വന്നിരിക്കുകയല്ലേ, ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയില്ല. പണം കൂടിക്കഴിയുമ്പോൾ, വിദ്യാഭ്യാസം കൂടിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ചെയ്യുവാനായി ദൈവത്തിന്റെ കുടുംബത്തിൽ കയറി എന്ന് പറയുന്നവർ, ദൈവഗ്രഹത്തിൽ ആക്കപ്പെട്ടു എന്ന് പറയുന്നവർ പോലും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഇന്ന് രാത്രി തിരിച്ചറിയണമേ, വീണ്ടും ജനനത്തിലൂടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഭവനത്തിലല്ല, ദൈവത്തിന്റെ ഗ്രഹത്തിൽ ജീവനുള്ള കല്ലുകളായി വെട്ടി നമ്മളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് ദൈവത്തെ ഭയപ്പാടോടെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ആത്മീക ഗ്രഹമായി കാണപ്പെടാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. എന്നിട്ട് പറയുക, 1:22 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ന്യായവിധി ദിവസത്തെ ശ്രദ്ധിക്കണം, ഭയത്തോടെ ജീവിക്കണം. ദൈവഗ്രഹത്തിൽ ന്യായവിധി തുടങ്ങുമെന്ന് പറഞ്ഞാൽ 1:22 പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ സത്യം അനുസരിക്കാൻ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ, അടുത്ത കേൾക്കണേ, നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. പത്രോസിന് പറയാനുള്ളത് എന്താ? വെളിയിലെല്ലാം കഷ്ടമാ, പീഡനമാ, നിന്ദയാ, ഉപദ്രവമാ. പത്രോസിന് പറയാനുള്ളത് പ്രത്യാശയെ ശ്രദ്ധിച്ചോണം, വിശുദ്ധ ജീവിതം ശ്രദ്ധിച്ചോണം, ദൈവഭയം ശ്രദ്ധിച്ചോണം. എന്നിട്ട് പറയുക, നിങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ എല്ലാവരെയും വീണ്ടും ജനനത്തിലൂടെ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കേൾക്കണം, എല്ലാവരും കേൾക്കണേ. ഏറ്റവും വലിയ ചിഹ്നം, ഒരാള് വീണ്ടും ജനിച്ചതിന്റെ ചിഹ്നം
കേവലം മുങ്ങിപ്പൊങ്ങലിൽ കാണാൻ ഒക്കത്തില്ല. അനേകർ ഇന്ന് മുങ്ങിപ്പൊങ്ങുന്നുണ്ട് വീണ്ടും ജനിക്കാതെ. വീണ്ടും ജനിച്ചവർ എന്താ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ 23-ാമത്തെ വാക്യത്തിൽ നിർവ്യാജമായ സഹോദര പ്രീതി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, എങ്ങനെയാ നിങ്ങൾ വീണ്ടും ജനിച്ചത്? കെടുന്ന ബീജത്താൽ അല്ല, കെടാത്ത ബീജത്താൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. പന്തലിൽ ഇരിക്കുന്നവരെ, ഇതിനകത്ത് വീണ്ടും ജനിച്ചത് ആരാ എന്നറിയാനായി ഒറ്റ മാർഗമുണ്ട്, എളുപ്പമറിയാം. നിർവ്യാജമായ സഹോദര പ്രീതിയിൽ ഉറ്റ സ്നേഹിക്കുന്നവരെ നോക്കിയാൽ അറിയാം ഇവൻ വീണ്ടും ജനിച്ചവനാ. ഇനി ഞാൻ പറയട്ടെ, എന്തുവാ ഈ ന്യായവിധി എന്നറിയാം? 4:17 എഴുതിയിട്ടുണ്ടല്ലോ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. എന്താണെന്നറിയാമോ ഈ ന്യായവിധി? ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൂടിവരവ് ലോകത്തിന്റെ മുമ്പിൽ ന്യായവിധി കിട്ടിയ ഒരു കൂട്ടമാ. ഏതില്ല? പ്രത്യാശയുണ്ടോ? ഒന്നുമില്ല. വിശുദ്ധ ജീവിതം ഉണ്ടോ? വെള്ളയിലുണ്ട്. ദൈവഭയം ഉണ്ടോ? മനുഷ്യരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടക്കും. നിർവ്യാജമായ സഹോദര പ്രീതി ഉണ്ടോ? ഇല്ല. കേസും വഴക്കുമായി കോടതിയുടെ വക്കിൽ നിൽക്കുക. 2:1 എഴുതിയിരിക്കുക, ഇപ്പോൾ ജനിച്ച സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും വിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറയുമ്പോ പത്രോസ് പറയുന്നത്, അയ്യോ സഭയെന്നുള്ള ബോർഡ് കൊണ്ട് ഇത് തീരത്തില്ല. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രത്യാശ ഇല്ലാത്തൊരു കൂട്ടത്തെ കാണുമ്പോ, വിശുദ്ധ ജീവിതം ഇല്ലാത്തൊരു കൂട്ടത്തെ കാണുമ്പോ, ദൈവഭയമില്ലാത്തൊരു കൂട്ടത്തെ കാണുമ്പോ, സ്നേഹമില്ലാത്തൊരു കൂട്ടത്തെ കാണുമ്പോ, വചന സ്നേഹമില്ലാത്തൊരു കൂട്ടത്തെ കാണുമ്പോ, ഇത് ദൈവത്താൽ അടി കിട്ടിയ ഈ തുല്യമല്ലേ അത്? അന്ന് വിളിച്ച 1 ശമൂവേൽ 4 കാണുന്നത് പോലെ എന്തിയേ മഹത്വം. അയ്യോ, ഒത്തിരി പറയാനുണ്ട്. രക്ഷിക്കപ്പെട്ടത് 79-ലായിരുന്നു, സ്നാനപ്പെട്ടത് 90-ലായിരുന്നു. ഒരുപാട് ലെഗസി പറയാനുണ്ടെങ്കിലും പത്രോസ് ഭയക്കുന്നത്, അയ്യോ പുറമേയുള്ള മനുഷ്യനെ തൊടുന്നതിനെ ഒന്നും നിങ്ങൾ ഭയക്കണ്ട. നിങ്ങൾ ഒന്നിനെ ഭയന്നാ മതി, നിങ്ങളുടെ വിരുദ് തെറ്റിക്കുന്നതിനെ, അതിനെ മാത്രമേ നിങ്ങൾ ഭയന്നാ മതി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പുറമേയുള്ള മനുഷ്യനെ തൊടുന്നത് ഒന്നുമല്ല ഈ 4-ാമത്തെ ദിവസം ഭയക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെടുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന, വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുന്ന, ദൈവഭയം നഷ്ടപ്പെടുന്ന, സ്നേഹം നഷ്ടപ്പെടുന്ന, ദൈവവചനത്തോടുള്ള ആഗ്രഹം നഷ്ടപ്പെടുന്ന ഒന്നും പ്രവേശിക്കാതെ സൂക്ഷിക്കുക. ദൈവജന മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചമായി തീരാൻ ദൈവം തെരഞ്ഞെടുത്ത കൂട്ടമാണ്. കപ്പദോക്യയിലും ബിഥുന്യയിലും ആസയിലും പൊന്തോസിലും എല്ലാം. അതുപോലെ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാ. എപ്പോ തെരഞ്ഞെടുത്തതാ? ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തതാ. എന്തിനാണെന്നറിയാമോ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. യേശുവിന്റെ രക്തത്താൽ നമ്മളെ നിർമ്മലീകരിച്ചു, തളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഈ പന്തൽ വന്നിരിക്കുന്നവർ മനസ്സിലാക്കണം, ഒരാളെങ്കിലും വിശ്വാസത്തിന്റെ പാത പിന്തുടരണമെങ്കിൽ നമ്മുടെ ഭവനമോ വണ്ടിയോ, ഞങ്ങളെല്ലാവരും ജർമ്മനിയിലാ, ഇതൊന്നുമല്ല ഒരാളെ ആകർഷിക്കുന്നത്. ഞങ്ങൾ വിശുദ്ധരാ, ഞങ്ങൾ പ്രത്യാശയുള്ളവരാ, ഞങ്ങൾ ദൈവഭയമുള്ളവരാ, ഞങ്ങൾ വചനത്തെ ഇഷ്ടപ്പെടുന്നവരാ, ഞങ്ങൾ ദൈവം പറയാത്ത ഒന്നും ചെയ്യാത്തവരാ. ഞങ്ങളോടൊപ്പം വരണം, ഞങ്ങൾ പ്രത്യാശയുള്ളവരാ. ഇതാ സഭയുടെ ശക്തി. ന്യായവിധി എന്ന് പറഞ്ഞാൽ പേര് കാണും, ഭക്തിയുടെ വേഷം കാണും, ശക്തി കാണത്തില്ല. ഈ ന്യായം വിധിക്കപ്പെട്ടവർ പരസ്യക്കോലമാകും ലോകത്തിന് മുമ്പിൽ. അന്നുണ്ടായിരുന്നവർ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ ഓഡിയൻസ് എന്തുകൊണ്ടാ ദുഷിക്കപ്പെട്ടതെന്നറിയാം? 4:4 എഴുതിയിരിക്കുക,
ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. പത്രോസിന്റെ ഓഡിയൻസിനെ ആൾക്കാർ ഉപദ്രവിച്ചതും ദുഷിച്ചതും എന്താണെന്നറിയാമോ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ എന്ന് പറഞ്ഞാൽ നാടോടുന്നതിന്റെ കൂടെ ഓടാതെ, ആ കുത്തൊഴുക്കിൽ ഓടാതെ, ആ മ്ലേച്ഛതയിൽ ഓടാതെ, ആ ആഡംബരത്തിൽ ഓടാതെ, ലോകം ഓടുന്നതിന് പുറകെ ഓടാതെ വ്യത്യസ്തരായി പാർക്കുന്ന ഒരു കൂട്ടത്തോട് പത്രോസ് പറയുക, അവർ നിങ്ങളെ ദുഷിക്കുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട. വീണ്ടും ജനനം പ്രാപിച്ചവരെ, പ്രത്യാശയുള്ളവരെ, അവകാശമുള്ളവരെ, നിങ്ങളെ ചേർപ്പാൻ യേശു മടങ്ങി വരും എന്നാ പത്രോസ് പറയുന്നത്. എനിക്ക് ഇന്ന് രാത്രിയിൽ ഇതെങ്ങനെ, എവിടെ, എങ്ങനെ ഇത് പറഞ്ഞു ഫലിപ്പിക്കാം? പത്രോസ് അന്ന് ഭയപ്പെട്ടത് അതുപോലെ നടന്നില്ലേ ആധുനിക സഭകളിൽ? കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് എഴുതിയപ്പോ പറഞ്ഞു, 12-14 അധ്യായങ്ങൾ കൃപാവരങ്ങളെ കുറിച്ചാ. അതിന്റെ ഒത്ത നടുക്ക് കൊണ്ടിടുക. എന്തോ പറയുന്നത്? സ്നേഹം, സ്നേഹം, സ്നേഹം. ഗലാത്യ ലേഖനം 5:16 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. എന്തുവാ ജഡത്തിന്റെ ഇഷ്ടം? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം മാത്രമല്ല, താഴോട്ട് വരുമ്പോ ഉണ്ട് അസൂയ, പക, പിണക്കം, വിദ്വേഷം. ആത്മാവിനെ നമ്മളിൽ തന്നിരിക്കുന്നത് എന്താ? നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നമ്മളെ നിർമ്മലീകരിച്ചിരിക്കുക. ഇതാ യേശു പറഞ്ഞത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരെന്ന് ജനം അറിയുന്നത്. ന്യായവിധി 4-ാം അധ്യായം 17, ഒന്നുകൂടെ 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് പറഞ്ഞാൽ, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെയാ നമ്മൾ പിതാവെന്ന് വിളിച്ചത്. അതുകൊണ്ട് ആത്മീക ഗ്രഹമാന്ന് പറഞ്ഞ് ഭൗതിക പണി നടത്തിയാൽ ഇത് എക്സ്പോസ്ഡ് ആകും, ഇത് വെളിപ്പെടും ആൾക്കാരുടെ മുമ്പിൽ. ആൾക്കാർ പറയും ഇത് ആത്മീക ഗ്രഹവും അല്ല, സുവിശേഷവും അല്ല, ഇത് ഭൗമികമാണ്. ഇതിനെ യേശു പറഞ്ഞില്ലേ മത്തായി സുവിശേഷം 5 മുതൽ 7 വരെ? ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം യേശു പറഞ്ഞില്ലേ, 2 പണി നടക്കുന്നുണ്ട്. ഒന്ന് വേഗത്തിലുള്ള പണിയാ, പുറമേയുള്ള പണിയാ. മറ്റൊന്ന് ആഴെ കുഴിച്ച് പാറമേലുള്ള പണിയാ. വൻമഴ പെയ്യും, കാറ്റടിക്കും, അതിന്മേൽ ആഞ്ഞടിക്കും. നമ്മൾ പറയുമ്പോ വൻമഴയും കാറ്റും ഒക്കെ രോഗവും ക്ഷീണവും ഒക്കെ. രോഗവും ക്ഷീണവും ഒന്നും അല്ല. പ്രവാചകന്മാർ വിളിച്ചു പറയുന്നത് ന്യായവിധി ദിവസം അങ്ങനെയാണ്. ഒരു വൻമഴ പെയ്യുന്നത് പോലെയാണ്, നദി പൊങ്ങുന്നത് പോലെയാണ്. നമ്മൾ പുറമേ കാണിച്ചു വെച്ചതൊന്നും ഈ ന്യായവിധിയുടെ കർത്താവിന് മുമ്പിൽ നിൽക്കുകയില്ല. വിശുദ്ധനായി ചമഞ്ഞതോ, ഭക്തിയുള്ളവനായി ചമഞ്ഞതോ, വചനം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതോ ഒന്നും ആ ദിവസം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ ഒന്നും മറയുന്നതായി ഇരിക്കുകയില്ല. പണിഞ്ഞു വച്ചിരിക്കുന്ന സൗധങ്ങൾ ആ ന്യായവിധി ദിവസത്തിൽ താഴെ പോകും. ഇന്ന് തന്നെ താഴെ പോകാൻ തുടങ്ങി. അതാ പത്രോസ് പറയുന്നു. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കാണാം ഇത് താഴെ കിടക്കുന്നത്. അന്ന് വരെ വെയിറ്റ് ചെയ്യണ്ട. കർത്താവിന്റെ വരവിങ്കൽ ആരാ രക്ഷിക്കപ്പെടുന്നവരെന്നും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടതെന്നും ആരാ മ്ലേച്ഛതയോടെ ജീവിച്ചതെന്നും അന്ന് ശരിക്കും വെളിപ്പെടും. പക്ഷെ ഇന്നേ കാണാം. വിശുദ്ധി നഷ്ടപ്പെടുമ്പോ, പ്രത്യാശ നഷ്ടപ്പെടുമ്പോ, ദൈവഭയം നഷ്ടപ്പെടുമ്പോ, നിർവ്യാജ സഹോദരപ്രീതിയും രക്ഷയ്ക്കായി കാംക്ഷിക്കാൻ വചനമെന്ന മായമില്ലാത്ത പാലിനായുള്ള കൊതിയും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ കാണുമ്പോ ഇത് ഇന്ന് തന്നെ വെളിയിൽ വന്നു. കഷ്ടമായി പോയല്ലോ ഇതെല്ലാം. എന്നിട്ട് പത്രോസ് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആത്മീക ജീവിതം. രണ്ടാമത് താൻ പറയുന്നത് 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുക.
ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. പത്രോസ് 2 രീതിയിലാണ് ഇത് പറയുന്നത്. അതാണ് ഈ 4:17 പറയുന്ന ഒരു പ്രയാസമുള്ള വാക്യമാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ശരിയാകാത്തവർ, ഭക്തരെന്ന് നടിച്ചിട്ട് ദൈവഗ്രഹം അല്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അവർ ന്യായവിധി അനുഭവിക്കും. ഒന്ന്, അത് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ വ്യക്തമാ. അയോഗ്യമായി ഭക്ഷണം പാനീയം കർത്തൃമേശയോട് തിരുമേശയോട് അടുത്ത് വരുമ്പോ ദൈവഭവനത്തെ തകർക്കുന്നവരെ ദൈവം തകർക്കുമെന്നല്ലേ 1 കൊരിന്ത്യർ 3:16 പറയുന്നത്. വിശുദ്ധൻ എന്നുള്ള ഒരു പുറമേ ഉള്ള വേഷമുണ്ട്, പക്ഷെ ശരിക്കും വിശുദ്ധനായിട്ടില്ല, ദൈവഭയമില്ല. അങ്ങനെയുള്ളവർ പേടിക്കണം. 4:17 ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കും. രണ്ടാമത്തെ ഒരു വശം പത്രോസ് പറയുന്നത്, ഇവർ കഷ്ടത്തിലൂടെ പോകുക, നിന്ദയിലൂടെ പോകുക, അഗ്നിശോധനയിലൂടെ പോകുക. ഇത് കാണുമ്പോ മറ്റുള്ളവർ ഇവരോട് എന്താണെന്നറിയാമോ പറയുന്നത്? ലോക മനുഷ്യർ പറയുന്നത്, നിങ്ങളെ ദൈവം കൈവിട്ടു, ദൈവം നിങ്ങളെ അടിച്ചോണ്ടിരിക്കുക. വെളിയിലുള്ളവർ പത്രോസിന്റെ വിശ്വാസികളോട് പറയുന്നു, ദേ നോയിക്കേ, യേശുവിന്റെ പുറകെ പോയെന്ന് പറഞ്ഞിട്ട് മൊത്തം തകർന്നു, ഭവനം വിൽക്കണ്ട വന്നു, രോഗത്തിന്റെ അന്തരീക്ഷം, പീഡനം, നിന്ന, ഇത് ദൈവത്തിന്റെ ന്യായവിധി ഇവർക്ക് കിട്ടിയതാന്ന് പറഞ്ഞു. അവരൊക്കെ യഹൂദന്മാരായിട്ടിരിക്കുക, അന്യദേവന്മാരെ ആരാധിക്കുന്നവർ ജാതികളുണ്ട്, ന്യായപ്രമാണം ആചരിക്കുന്ന യഹൂദന്മാരുമുണ്ട്, 2 കൂട്ടരുമുണ്ട്. അവർ ഈ കൂട്ടരെ നോക്കുമ്പോ പറയുക, ഓരോ വീടുകളിൽ ഇരുന്ന് മിഥുന്യയിലും കപ്പദോക്യയിലും കൈയടിക്കുന്നു, മുഴുവൻ പ്രശ്നമാണ്. ഇപ്പൊ ആർക്കാ ന്യായവിധി കിട്ടിയത്? അവർക്കാ കിട്ടിയതെന്ന് പറയുന്നു. അതാണ് പത്രോസ് എടുത്തു പറയുന്ന ഒരു കാര്യം. ശ്രദ്ധിക്കണം. 4:12 വാക്യം ഒന്ന് നോക്കിയേ, ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാമോ? 4:12 വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. എന്താ പത്രോസ് പറയുന്നത് അറിയാമോ? ഈ കഷ്ടത എന്നുള്ളത്, ഈ നിന്ന എന്നുള്ളത്, പുറം ലോകം നോക്കുമ്പോ നിന്നെ ദൈവം ഇന്ന് ന്യായം വിധിച്ചു എന്ന് തോന്നിയാലും ഇത് ശരിക്കും ഇതൊരു അഗ്നിശോധനയാ, നീ ആരാണെന്ന് വെളിപ്പെടാൻ. കേൾക്കണം, ഇത് മനസ്സിലാക്കണം. ശരിക്കും ന്യായവിധി ദിവസത്തിലല്ലേ വെളിപ്പെട്ട് വരുന്നത് ഹൃദയരഹസ്യങ്ങൾ, അല്ലേ? 1 കൊരിന്ത്യർ 4 പൗലോസ് പറയുന്ന ഓർമ്മയുണ്ടോ? സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്, കാരണം മനുഷ്യന്റെ മനോഭാവങ്ങളും ചിന്തയൊന്നും നമുക്കറിയത്തില്ല, ആ ദിവസം എല്ലാം വെളിയിൽ കൊണ്ടുവരും. ന്യായവിധി, അന്ത്യന്യായവിധി ദിവസത്തിലാ ശരിക്കും ഒരാടെ ഉള്ളമെല്ലാം വെളിയിൽ കൊണ്ടിരുന്നത്. പത്രോസ് ഇവരെ, വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയാ. നീ അന്ത്യന്യായവിധി ദിവസം ആരാണെന്ന് വെളിപ്പെടുന്നതിന്റെ ലക്ഷണം ഇന്നേ വെളിപ്പെടുകയാ, കഷ്ടതയിലൂടെ. 3 പേർക്ക് മനസ്സിലായി, മറ്റാർക്കും മനസ്സിലായില്ല. ഇല്ല പറയാം. നമ്മുടെ ഒരു വലിയ പ്രത്യാശ ഉണ്ടല്ലോ, ശിക്ഷകൾ പോയി, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ, ദൈവത്തിൻ അവകാശികളായല്ലോ. വലിയ ക്ലെയിംസ് ഇല്ലേ നമുക്ക്? നമ്മൾ ലോകത്തോട് പറയുന്ന ഒരു കാര്യമില്ലേ, ഞങ്ങൾക്ക് സമാധാനമുണ്ട്, ഞങ്ങൾക്ക് ആത്മാവിന്റെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ദൈവവചനമുണ്ട്, ഞങ്ങൾ വീണ്ടും ജനിച്ചവരാ. ന്യായവിധി ദിവസത്തിൽ, അന്ത്യന്യായവിധിയിൽ തെളിയും, ഉള്ളിലുള്ളത് എന്താണെന്ന് അന്ന് തെളിയും. പത്രോസ് പറയുക, അന്ന് തെളിയേണ്ടത് ഇന്നേ തെളിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളിൽ നിങ്ങളുടെ ഭക്തി ഇന്നേ വെളിയിൽ വന്നുകൊണ്ടിരിക്കുക. ഇത് വെളിപ്പാട് മനസ്സിലായവരാണ് പാട്ടുകൾ എഴുതിയപ്പോ പാടിയത്. രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരും എന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. വെളി വന്നു. എന്തോ വെളി വന്നു? രോഗത്തിനൊതുക്കാത്തൊരു പ്രത്യാശ അന്ന് ന്യായവിധി ദിവസത്തിൽ വെളി വരേണ്ടത് ഇന്നേ വെളി വന്നു. ഇവൻ ഭക്തനാ, ഇവന്റെ അകത്ത് പ്രത്യാശയുണ്ട്. അതുകൊണ്ടാ ഭക്തന്മാർ പാടിയത്,
കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. എന്താ? കഷ്ടം ഏറ്റ കർത്താവോട് എനിക്ക് കൂട്ടായ്മയുണ്ട്. അന്ന് വെളിപ്പെടേണ്ട വിശ്വാസത്തിന്റെ നിർവ്യാജ വിശ്വാസം ഇന്നേ വെളിപ്പെട്ടു വന്നു. പത്രോസ് പറയുക, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ഭക്തനെന്ന് നടിക്കുന്നവൻ കപടഭക്തിക്കാരനാണെന്ന് ലോകത്തിന് മനസ്സിലാകും. യഥാർത്ഥ ഭക്തിയുള്ളവൻ ആരാണെന്ന് കഷ്ടത അവനെ വെളിയിൽ കൊണ്ടുവരും. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിന് ആവശ്യം എന്താണെന്നറിയാമോ? ഇത് രണ്ടും ആവശ്യമാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായെന്ന് പറഞ്ഞാൽ കപട ആത്മീയതയുടെ മുഖം മൂടികളെ ദൈവം ദേശത്തിന്റെ മുമ്പിലും ദൈവസഭയ്ക്ക് അകത്ത് തന്നെയും വെളിപ്പെടുത്തണം. ഇത് കപടമാണെന്നുള്ളത് പോരാ, സത്യം എന്താണെന്നുള്ളതും ദൈവം വെളിപ്പെടുത്തി തരണം. ഉള്ളിലെ വിശുദ്ധിയും പ്രത്യാശയും വെളിയിലോട്ട് കൊണ്ടുവരാൻ ദൈവം ഒരു ക്രിയ ചെയ്യണം. വാസ്തവത്തിൽ ഇത് ഞാൻ പറയുമ്പോഴേ ഇതെങ്ങനെ സാധ്യമാണെന്ന് തന്നെ ഇപ്പൊ അറിയാൻ വയ്യാതായിപ്പോയി. ദൈവമേ, എങ്ങനെ ഭക്തൻ വെളി വരും? അഭക്തിയുള്ളവനെ വലിച്ചു കയറാൻ നമുക്കൊക്കെ ഒക്കത്തില്ല. എന്താ തിരിച്ച് വീട്ടിൽ പോകാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കാലമാണിത്. അഭക്തിയോ അശുദ്ധിയോ എന്തേലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ചിലപ്പോ ചെല്ലത്തില്ല. അതിനു മുമ്പേ ആൾക്കാർ ഇടപെട്ടെന്ന് വരും. ആ കാലമാണിത്. നമ്മൾ ചിന്തിക്കുമല്ലേ, അഭക്തനെ അപ്പൊ എങ്ങനെ വെളിയിൽ കൊണ്ടുവരും? ഭക്തിയുള്ളവനെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരും? ഇതിന്റെ കണക്ക് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ എനിക്കറിയാം. ദൈവഗ്രഹം പണിയുന്നത് മനുഷ്യരല്ല, ദൈവമായത് പണിയുന്നത്. ഇത് സർവശക്തനായ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനമായി ഇന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെരുമ്പാവൂർ സെന്ററിലുള്ള എല്ലാവരും ഓർക്കണമേ, അഭക്തനെ ദൈവം വെളിയിൽ കൊണ്ടുവരും, ഭക്തനെയും ദൈവം വെളിയിൽ കൊണ്ടുവരും. ന്യായവിധി ആരംഭിപ്പാൻ ദൈവഗ്രഹത്തിൽ സമയമായി. കപടഭക്തിയോടിരിക്കാൻ ഇനി സമയമില്ല. അശുദ്ധിക്ക് കൈ കൊടുക്കാൻ ഇനി സമയമില്ല. പ്രത്യാശയെ തികച്ചോടാനേ ഉള്ളൂ ഇനി സമയം. നമ്മുടെ ആത്മമണവാളൻ വരാറായി. വാസ്തവത്തിൽ പത്രോസിന്റെ വിശ്വാസികൾ പറയുക, അയ്യോ ഞങ്ങൾ തളർന്നു പോയല്ലോ. കുറെ പേര് തിരിച്ചു വന്ന് പറഞ്ഞു, അവരുടെയൊക്കെ അയൽവക്കത്തിലുള്ളവര് പറഞ്ഞു, പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ പ്രസംഗം കേട്ട് പോയി, നിങ്ങളുടെ ആൾക്കാരെ കൊന്നു കളഞ്ഞു, നിങ്ങളുടെ ഇടയിൽ മരിച്ചവർ, മാർട്ടിയേഴ്സ് ആയവർ, രക്തസാക്ഷികളായി, എന്തിയെ നിങ്ങളുടെ കർത്താവ്? ഇതെല്ലാം ന്യായവിധിയാ എന്ന് അവര് പറഞ്ഞു. അതാ 4-ാം അധ്യായം നോക്കിക്കേ, അതിന്റെ 6-ാമത്തെ വാക്യം എന്താ പറയുന്നേ? 6-ാമത്തെ വാക്യം ഒരുമിച്ചൊന്ന് വായിക്കാമോ? 4:6. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ച എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചവരോടും എന്ന് പറഞ്ഞാൽ മരിച്ചു കിടന്നവരോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞു എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. ജീവനോട് ഇരുന്നപ്പോ സുവിശേഷം കേട്ടു, പക്ഷെ ഇപ്പൊ അവര് മരിച്ചു. അവരിന്ന് മരിച്ചു, അവരില്ല. എങ്ങനെ മരിച്ചു? സ്വാഭാവിക മരണമായിരിക്കാം. ചിലപ്പോ വേദപണ്ഡിതന്മാർ പറയുന്നത് കപ്പദോക്യയിലും പൊന്തോസിലും ഗലാത്യയിലും ഒക്കെ അവർ മാർട്ടിയേഴ്സായി, അവർ രക്തസാക്ഷികളായി. പത്രോസ് പറയുക, സുവിശേഷം കേട്ടത് ദൈവഗ്രഹമായി തീർന്നത് മരിക്കാതിരിക്കാനല്ല, വാളിങ്ങോട്ട് കൊണ്ടുവരാൻ നേരം തടയും. അല്ല. പത്രോസ് പറയുക, ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് അവർ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ, ജഡസംബന്ധമായി മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞാൽ അനാത്മീകൻ നോക്കിയപ്പോ അത് ദൈവത്തിന്റെ ന്യായവിധിയാ. അനാത്മീകൻ നോക്കിയപ്പോ ജഡപ്രകാരം വിധിച്ചപ്പോ അയ്യോ കഷ്ടം. മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ ശിരച്ഛേദത്തിൽ രക്തം ചീറ്റി അവർ താഴെ കിടന്നു. ജഡപ്രകാരം, ജഡസംബന്ധമായി മനുഷ്യരെ പോലെ അവർ വിധിക്കപ്പെട്ടു. പക്ഷേ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിനാണ് അവർ സുവിശേഷം കേട്ടത്.
സുവിശേഷം കേട്ടത് മരിക്കാതിരിക്കാനല്ല, എങ്ങനെ മരിച്ചാലും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാനാ സുവിശേഷം കേട്ടത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ? 23 ജനുവരി ഒരു പ്രത്യേകതയുള്ള ദിവസമാണിത്. 27 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി 23 ഞാൻ ഓർക്കുന്നു. ആ ദിവസം ബാലകനായ ഞാൻ ആ ദിവസം എഴുന്നേറ്റ് വന്ന്, ഞാൻ ഇന്ന് ഓർക്കുന്നു, കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന സമയമാണത്. എഴുന്നേറ്റ് വന്ന ആദ്യ വാർത്ത ഇങ്ങനെയാണ്: ഗ്രഹാം സ്റ്റെയിൻസ്, ഫിലിപ്പ് 9 വയസ്സ്, തിമത്തി 7 വയസ്സ്. സുവിശേഷ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് രാത്രിയിൽ ജീപ്പിൽ കിടന്നുറങ്ങിയപ്പോ സുവിശേഷ വിരോധികൾ അവരെ തീയിട്ട് കൊന്നുകളഞ്ഞ വാർത്തയാണ് ഒരു ജനുവരി 23 ലോകം കണ്ടത്. ഞാൻ ഇന്ന് നോക്കി കണക്കെല്ലാം, ഫിലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 36 വയസ്സ് കണ്ടേനെ. തിമത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 34 വയസ്സ് കണ്ടേനെ. ആ ദേശത്തിൽ നിന്നും ഭാരതത്തെ സ്നേഹിച്ച് ഇവിടെ വന്നു. അവർ ജീപ്പിൽ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ സുവിശേഷം വിശ്വസിച്ചവർ, സുവിശേഷത്തിന്റെ വിത്തുപാകാൻ പോയവരെ തീയിടാൻ വന്നപ്പോ അവിടെ സംരക്ഷിക്കാൻ ആരുമില്ലാതായി പോയി. ഈ കണ്ടതുപോലെ മരിച്ചവരോട് പിന്നെ എന്തിനാ സുവിശേഷം പ്രസംഗിച്ചത്? ജഡസംബന്ധമായി അവർ ഈ ലോകപ്രകാരം മരിച്ചല്ലോ, കത്തി എരിഞ്ഞ ശരീരമല്ലേ നമ്മൾ കണ്ടത്. പക്ഷെ ഈ വാക്യം പറയുന്നത് ഇതല്ല ന്യായവിധി. ലോകം ചിന്തിക്കും അവർക്ക് ന്യായവിധി വന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ന്യായവിധി ദിവസത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ ശോഭ ഇന്നേ നമ്മൾ കണ്ടു. അയ്യോ, ദൈവത്തെ സ്നേഹിച്ചവർ ദാ അവിടെ മരണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ നമ്മളെ പലരെയും ധൈര്യപ്പെടുത്തിയ കാര്യം, കുറച്ചാൾ കഴിഞ്ഞപ്പോ ഒഡീഷയിൽ ഒരു കാറ്റടിച്ചതാ നമ്മൾക്ക് ധൈര്യം വന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, 1999 മുമ്പും ഒഡീഷയിൽ കാറ്റടിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, കാറ്റടിയെല്ലാം വിട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഡീഷയിൽ എന്താ സംഭവിച്ചത് കണ്ടില്ലേ? ഒരു പാസ്റ്ററെ ചാണകം വായിലേക്ക് കയറ്റുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ബൈബിൾ എന്താ നമുക്ക് പറയുന്നത്? ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായെന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങൾ കാണുമ്പോൾ ലോകം ചിന്തിക്കും ഇവർ ന്യായവിധി കിട്ടിയവരാ. അല്ല, ന്യായവിധി ദിവസത്തിലെ വിശ്വാസം ഇന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധിയും പ്രത്യാശയും ദൈവഭയവും പോകാതെ നോക്കിയാൽ അന്ന് വെളിപ്പെടേണ്ട നിർവ്യാജ വിശ്വാസം ഇന്നേ കഷ്ടത്തിന് നടുവിൽ വെളിയിൽ വരും. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് ഇതൊരു വരമാണ്. വിശ്വസിക്കാൻ വരം ലഭിച്ചതുപോലെ കഷ്ടം അനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആധുനിക സഭയായ നമ്മൾ എത്ര അകന്നുപോയി. ന്യായവിധി ദിവസത്തിൽ നമ്മളിൽ വെളിപ്പെടേണ്ട വിശ്വാസത്തിന്റെ ശോഭ, പ്രത്യാശയുടെ ശോഭ, മഹത്വവും തേജസ്സും മാനവും ഇന്നേ എന്നിൽ കാണണമെങ്കിൽ ക്ലേശത്തിന്റെ നടുവിൽ അത് വെളിവരത്തുള്ളൂ. ക്ലേശത്തിന്റെ നടുവിൽ അറിയാം റൂട്ടുള്ളത് ആരാണ്, കേവലം അഭിനയിച്ചത് ആരാണെന്ന്. ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു, ആരംഭിപ്പാൻ സമയമായി എന്ന് പത്രോസ് പറയുന്നതിന്റെ എത്ര അടുത്താണ് ഇന്നത്തെ സഭ നിൽക്കുന്നത് പീഡനത്തോടുള്ള ബന്ധത്തിൽ. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണും വാർത്തകൾ, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും വാർത്തകൾ. നമ്മൾ ഓർക്കും കേരളത്തിൽ നമ്മൾ സുരക്ഷിതരാണെന്ന്. അങ്ങനെ അല്ല കാര്യം. ഞാനിവിടെ ആദ്യം നിന്നപ്പോ പറഞ്ഞ വാക്കുകൾ ചുമ്മാതെ പറഞ്ഞതല്ല. സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ നടുവിൽ പ്യൂരിഫൈഡ് ആയ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടം വെളിവരും. അഭിനയിക്കുന്നവരെ പിന്നെ കാണാൻ കിട്ടത്തില്ല, അഭിനയിക്കുന്നവരുടെ അഡ്രസ് കിട്ടത്തില്ല. അന്ന് കാണാം ശരിക്കും വീണ്ടും ജനനമുള്ളവരെ അന്ന് കാണാൻ സാധിക്കും. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ ധ്യാന ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുക.
ഈ കാണുന്ന ഈ പദമുണ്ടല്ലോ, ജഡസംബന്ധമായി എന്നൊക്കെ പറയുന്നത്, 3:18 ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പത്രോസ് എന്താ പറയുന്നത്? 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അടുത്ത കേൾക്കണം, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. എന്തുവാ 4:6 വായിച്ചത്? ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടു. അതേ വാക്കാണ്. യേശുവിനെ നോക്കുമ്പോ ജഡത്തിൽ മരണശിക്ഷ എന്ന് പറഞ്ഞാൽ മാനുഷിക കണ്ണു നോക്കിയപ്പോ അയ്യോ ഇത് കഷ്ടമായി പോയല്ലോ. ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിച്ചു. പക്ഷേ ആ വാക്യം പറയുന്നത് ഇങ്ങനെയാ, ജഡത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചു, മരണശിക്ഷ, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു, പക്ഷേ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിലെ വിധി പോലെയല്ല ആത്മാവിലെ വിധി. ജഡത്തിൽ അവൻ മരണം അനുഭവിച്ചു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു. മരിച്ചവർ ജഡസംബന്ധമായി അവർ മരിച്ചു കിടക്കുകയാ, കഷ്ടമായി പോയി. പക്ഷെ ആത്മാവ് സംബന്ധമായി നിത്യജീവന്റെ ഓഹരിക്കാരായി അവർ മാറി. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. വിശുദ്ധി ഇല്ലാത്തവന് നേരെ ന്യായവിധി വരും. വിശുദ്ധന്റെ വിശുദ്ധി വെളിയിൽ കൊണ്ടുവരാൻ ന്യായവിധി എന്ന് തോന്നിക്കുന്നതിനെ ദൈവം ശുദ്ധീകരണത്തിനാക്കി വെക്കും. അതൊരഗ്നിശുദ്ധിയാ ദൈവം സഭയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 18ഉം 19 കൂടെ വായിച്ച് നമുക്ക് ഈ ഗാനത്തിന്റെ വരികളൊന്ന് ചേർന്ന് പാടാം. പ്രത്യാശയുടെ ഗാനം 18 ഇങ്ങനെയാ പറയുന്നത്, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. കാരണം വിശുദ്ധിയെ തികച്ചോടണമെങ്കിൽ, പ്രത്യാശ നഷ്ടപ്പെടാതെ ഓടണമെങ്കിൽ, ദൈവഭയത്തോടും വിശുദ്ധിയോടും ഓട്ടം തികയ്ക്കണമെങ്കിൽ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ആ ഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അടുത്ത വാക്യം 19-ാം വാക്യം എന്താണെന്നറിയോ? സഭയെ പത്രോസ് ധൈര്യപ്പെടുത്തുന്നത്, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം, പല ആവർത്തി പറഞ്ഞ വാക്കാ പത്രോസ് ഈ ലേഖനത്തിൽ. ദൈവ ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ കഷ്ടം, നിങ്ങളുടെ പരിഹാസത്തിന്റെയൊക്കെ ദൈവം തന്നെ അനുവദിക്കുന്ന. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ, അടുത്ത വാക്കാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ വേളയിൽ എന്നെ ഒത്തിരി സാന്ത്വനിപ്പിച്ചത്, പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഇന്ന് രാത്രി പന്തലിരിക്കുമ്പോഴേ വിശ്വസ്തനായ സൃഷ്ടാവിന്റെ കയ്യിൽ പ്രാണനെ ഭരമേൽപ്പിക്കണം. മനുഷ്യർ നോക്കുമ്പോ അയ്യോ നശിച്ചല്ലോ ഈ കുടുംബം, മനുഷ്യരുടെ അഭിപ്രായം എടുത്തോണ്ട് ജീവിക്കരുത്. ചിലപ്പോ മനുഷ്യർ പറയുന്നത് അയ്യോ ഇങ്ങനൊന്നും അല്ല, 30 വർഷം മുമ്പ് എന്ത് കഷ്ടപ്പെട്ട കുടുംബമാ, ഇന്നൊരു നല്ല നിലയിലായി. അത് ജഡസംബന്ധമായ വിധിയാ. ദൈവം വിധിക്കുന്നത് എങ്ങനെയായിരിക്കും? മനുഷ്യരുടെ നോട്ടത്തിൽ നഷ്ടമെന്ന് കരുതുന്നതിനെ ആത്മസംബന്ധമായി വിധിക്കുന്നവൻ പറയും എല്ലാം ഇളകിപ്പോയി, പക്ഷെ വിശ്വാസത്തിൽ കാക്കപ്പെട്ടു. ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. വിശ്വസ്തനായ പിതാവിങ്കൽ പ്രാണനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ കാലയളവിൽ പ്രത്യാശയുടെ ഒരു ഓട്ടം, വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ഓട്ടം, അശുദ്ധിയോട് ഒരു സംബന്ധവുമില്ലാതെ പ്രത്യാശയെ തികച്ചുകൊണ്ട് ഓടുവാനായി. അതിന് സമർപ്പണവും, അതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ ഈ രാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഈ കേട്ട വചനത്തിന് മുമ്പിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓടുവാനായി പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നതൊന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാതെ, മനുഷ്യർ നോക്കുമ്പോ ന്യായവിധിക്ക് നമ്മൾ ഇരയായി തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും ആ ന്യായവിധി ഒരഗ്നിശോധനയാണെന്ന് മനസ്സിലാക്കി പൊന്നിനേക്കാൾ വിലയേറിയ വിശ്വാസത്തെ പുറത്തു കൊണ്ടുവരുവാൻ, ആ ന്യായവിധി ദിവസത്തിൽ കാണുന്ന വിശ്വാസം ഇന്നേ വെളിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇതിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമേ, ആ അഗ്നിശുദ്ധിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ കളങ്കങ്ങളെ മാറ്റി
എന്റെ കാഴ്ചപ്പാടിൽ വന്ന വ്യതിയാനങ്ങളെ മാറ്റി വിശുദ്ധനായ ദൈവത്തിന് ചേരാത്തതൊന്നും എന്നിൽ വെളിപ്പെടാതെ പെരുമ്പാവൂർ സെന്ററിലെ എല്ലാ സഭകളും ആത്മീക ഗ്രഹങ്ങളായി പണിയപ്പെടുവാൻ, ജീവനുള്ള കല്ലുകളായി യേശുവിന് ചേരുന്ന സ്വഭാവത്തിൽ പണിയപ്പെടുവാൻ ദൈവമേ അങ്ങയുടെ വിശേഷമായ കരം ഞങ്ങളുടെ നടുവിൽ നിന്ന് ചലിക്കണമേ. ആത്മാവിന്റെ ഒരു സാന്നിധ്യം ഞങ്ങളെ തൊടണമേ. ദൈവികമായ സാന്നിധ്യത്തിൽ ആത്മാവിനാൽ ഒരു ധൈര്യം, ആത്മാവിനാൽ ഒരു ബലം ഇന്ന് രാത്രി ദൈവം കൽപ്പിക്കണമേ.